ഹലോ ഗൈസ്, വെൽക്കം ടു പച്ചാളം വ്ളോഗ്സ്. നമ്മൾ ഒരു വർഷത്തിന് ശേഷം തിരുമ്പി വന്നിട്ടേ ഇരിക്ക. നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് സാംസങ് വാച്ചുമായിട്ടാണ്. അതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊന്നും ടെക്നിക്കൽ സാധനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ കുറേ വീഡിയോസിൽ കുറേ വലിയ വലിയ ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് തുറക്കുന്നു, നമ്മളത് സംഭവം എങ്ങനെ നോക്കുന്നു, എൻജോയ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ പരിപാടി. ഈ സാംസങ് വാച്ച് കിട്ടിയതിനൊരു കഥ ഉണ്ട്. ഞാൻ സാംസങ് S22 അൾട്ര വാങ്ങിച്ചിട്ടുണ്ട്. അത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അത് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ എത്തിയിട്ടില്ല കയ്യിൽ. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ റിവ്യൂ ഉണ്ടാവും. ഡെഫിനറ്റ്ലി നമ്മൾ പൊളിക്കും അത്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു പാക്കേജായിട്ട് അവർ സാംസങ് വാച്ചും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആണ് എനിക്ക് ആദ്യം കിട്ടിയത്. ഇനി എന്നാണോ എന്തോ മൊബൈൽ കിട്ടുന്നത്. എന്തായാലും ഏപ്രിൽ 8 തീയതിയാണ് കിട്ടുന്നതാണ് വിചാരിക്കുന്നത്. അതിൻ്റെ മുമ്പേ കിട്ടുകയാണെങ്കിൽ അത്രയും സന്തോഷം. എന്തായാലും അപ്പോൾ നമുക്ക് വാച്ചിൻ്റെ അൺബോക്സിനോട്ട് പോവാം കേട്ടോ. ഇതാണ് നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കി ഇതിൻ്റെ അകത്ത് സാധനം ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് ഇതൊന്ന് എടുക്കാം. വാ, എന്താ അല്ലേ, സാംസങ് ഗാലക്സി വാച്ച് 4. ഇതാണ് നമ്മുടെ സാധനം. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട്, ഹുവാവയുടെ. അപ്പോൾ അത് നല്ല അടിപൊളി സാധനമാണ്. അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുള്ള സാധനം. ഇതിപ്പോൾ അവരെ കൂടെ അത് കിട്ടിയപ്പോൾ സംഭവം കൊള്ളാം. എന്തായാലും നല്ലൊരു ഓഫറാണ്. 30,000 രൂപ, ഇത് കറക്റ്റ് അറിയില്ല, ഏകദേശം ആ ഒരു റേഞ്ചിലുള്ള സാധനം 3000 രൂപയ്ക്ക് കിട്ടി. 28 30 എന്നറിയില്ല, പലയിടത്തും പല റേറ്റാണ്. എന്തായാലും അതൊരു ഇതിൻ്റെ കോംബോ ഓഫറായിട്ട് 3000 രൂപ കിട്ടി. വമ്പൻ ഓഫറാണ്, വമ്പൻ ലാഭമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം സെയിൽസ് ട്രിക്സ് ആണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ട്രിക്സ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാലോ അല്ലേ. ഇത് എവിടെ നിന്ന് വന്നിട്ടുള്ളത് ആദ്യം നോക്കാം. പറ്റിക്കലാണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഇത് ഡിസൈൻഡ് ആൻഡ് എഞ്ചിനീയർഡ് ബൈ സാംസങ്, മാനുഫാക്ചർഡ് വിയറ്റ്നാം എന്നാണ് എഴുതിയിട്ടുള്ളത്. ഈ മാനുഫാക്ചർഡ് ഇൻ വിയറ്റ്നാം, മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്നൊക്കെ പറയുമ്പോൾ പണ്ട് എനിക്ക് നമ്മുടെ മെയ്ഡ് ഇൻ ജപ്പാൻ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. മെയ്ഡ് ഇൻ ജപ്പാൻ, മെയ്ഡ് ഇൻ ചൈന. അപ്പോൾ പണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കാലത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വായിച്ചു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ഓർക്കുന്നുണ്ടാവും. പണ്ട് സ്മാർട്ട് ഫോണൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ നോക്കിയുടെ ഒക്കെ ഫോൺ എടുക്കുമ്പോൾ മെയ്ഡ് ഇൻ ചൈന ആണെങ്കിൽ അത് ഒറിജിനലാണ്, മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണെങ്കിൽ അത് ഒറിജിനലാണ്, പക്ഷേ മറ്റേതിൻ്റെ അത്ര പോരാ. അങ്ങനെയൊക്കെ ഒരു കിംവദന്തികളൊക്കെ പണ്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കി. എനിവേ, അപ്പോൾ ഇതിൻ്റെ സംഭവം ഇത് 4.4 cm കേസ് സ്ട്രാപ്പ് സൈസ് ഉണ്ട്. മിനിമം 5 മീറ്റർ വരെയും മാക്സിമം 7 മീറ്റർ വരെയും നമുക്കിത് സ്ട്രാപ്പ് വലുതാക്കാം എന്നാണ് പറയുക, ഇല്ലെങ്കിൽ യൂസ് ചെയ്യാമെന്നാണ് പറയണത്. ഇതിൻ്റെ അകത്ത് ചേട്ടന്മാർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ബ്ലൂടൂത്ത് ഉണ്ട്, വൈഫൈ ഉണ്ട്, GPS ഉണ്ട്. യൂസ് വിത്ത് സ്മാർട്ട് ഫോൺ റണ്ണിങ് Android 6 or higher, RAM 1.5 above. Supported device may vary based on your region, operator and device brand. അടിപൊളി. അങ്ങനെ സംഭവം കഴിഞ്ഞാൽ പിന്നെ പറയാലോ, വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി എഴുതിച്ചിട്ടുണ്ട് ഇങ്ങനെ. എനിവേ, ബ്ലാ പ്രിന്റഡ് ഇൻ വിയറ്റ്നാം എന്ന് പറയുന്നുണ്ട്. ആരും പൊളിച്ച് നോക്കാം, ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്ന് അറിയില്ല. അപ്പം എൻ്റെ കയ്യിൽ വലിയ കത്തിയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ സ്വന്തം തൊഴിലാളി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. നമുക്ക് നൈസായിട്ട് ഇവിടെ തുടങ്ങാം. ഇവിടെ തന്നെ അല്ലേ, ഇവിടെ തന്നെ ചേട്ടാ. ഇവിടെയും പൊളിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കേ, പൊളിഞ്ഞോ ആദ്യം നോക്കാം, വീഡിയോ പൊളിയാണ്ടിരുന്നാൽ മതി. ഓക്കെ, സോ ഇതാണ് സംഭവം. പൊളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട്, അതാണ് കേട്ടെ. ഇതാണ് മുതൽ കേട്ടാ. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 44 സെന്റിമീറ്ററിൻ്റെ ആണ്. അപ്പോൾ ഇതൊരു ലെതർ ഒന്നല്ല, സ്വന്തം സാധാരണ സ്ട്രാപ്പാണ്. ഓക്കെ, നമുക്കൊന്ന് എടുക്കാം. ഇതിനകത്ത് വേറെ ഒന്നും ഇല്ല. സാധാരണ കേട്ടിട്ടുള്ള ഇതിനകത്തൊരു ചാർജറെങ്കിലും ഉണ്ടാവുന്നു. ചാർജർ ഇല്ല. എന്തൊക്കെ നേരെ കുത്തിപ്പൊളിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് അപ്പുറത്ത് നോക്കുന്നതായിരുന്നു. ഓക്കെ, അപ്പോ നല്ല അടിപൊളി സാധനം കേട്ടോ, സൂപ്പർ. ഇത് കൊള്ളാം. ഇതിന് പ്രത്യേകത കേട്ടോ, നമ്മൾ സാധാരണ സ്മാർട്ട് വാച്ചിൽ ഇങ്ങനെയല്ല സ്ട്രാപ്പ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതില് നമ്മൾ സ്ട്രാപ്പിന്റെ അകത്ത് കൂടെ ഇട്ടിട്ട് ഇടുന്നൊക്കെ ഒരു പരിപാടിയാണ്. അപ്പൊ ഇതെങ്ങനെയാണെന്തോ വർക്കൗട്ട് ആവണേ. ഇതാണ് എന്റെ ബാക്ക്. നല്ല അടിപൊളി ഗ്ലോസി ഫിനിഷിലാണ് സംഭവം ഉള്ളത്.
വയർലെസ് ചാർജിങ് ആണ്. പിന്നെ ബാക്കിൽ നിന്ന് ഇരിക്കും നോക്കാം. മീഡിയം ലാർജ് കപ്പാസിറ്റി, 20 സെന്റിമീറ്റർ സ്ട്രാപ്പ് ഉണ്ട്. പിന്നെ എന്താ ചേട്ടൻ എഴുതിയിട്ടുള്ളത്, റേറ്റഡ് 5 volts 1 ampere 4.4 cm 140 mm SM R870 എന്നായിരിക്കും മോഡലിന്റെ പേര്. പിന്നെ ഒരു വലിയൊരു സീരിയൽ നമ്പർ, പിന്നെന്താ 5 ATM, GPS ഉണ്ട്, മെയ്ഡ് ഇൻ വിയറ്റ്നാം ബൈ സാംസങ്. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ തിരിച്ചുകൂടെ വെക്കാം. അറിയിക്കട്ടെ വേടാ ഇവിടെ. നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് നോക്കാം. ഇതിങ്ങനെ എടുത്താൽ വീണ്ടും ഒരു പെട്ടി. ഓക്കെ, അപ്പോ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ചാർജർ, ഇതിൻ്റെ അകത്തൊരു സാധനം എന്തോ തടയും പാസ്കര. ഓ, ആർക്കും വേണ്ടാത്ത കുറെ കാപ്പുകൾ, അതിനകത്ത് കുറെ സെപ്പറേറ്റ്. ഓക്കെ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. സാധാരണ പണ്ട് മനുഷ്യന്മാര് വാറണ്ടിയും ഇതുമാണ് നമ്മൾ പണ്ട് ഗൾഫിൽ നിന്നൊക്കെ ഇപ്പോൾ നമ്മൾ മുതിർന്ന തലമുറക്കാർ വാങ്ങിക്കുമ്പോൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇതൊക്കെ നോക്കിയിട്ട് എല്ലാ സാധനവും മേടിക്കുള്ളൂ. നമ്മുടെ തലമുറ ആദ്യം വലിച്ചെറിയുന്ന സാധനങ്ങൾ ഇതായിരിക്കും. അതാണ് നമ്മുടെ തലമുറയും അവരുടെ തലമുറയും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഈ സാധനം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വലിച്ചെറിയുന്നു. ഇതിലോട്ട് വരുന്നു. ഇതിൽ വരുമ്പോൾ നമുക്കുള്ളത് എന്താണ്, ഇതെങ്ങനെയാണത് വലിക്കല. ഓക്കെ, അതേപോലെ ചാർജർ വയർലെസ് ചാർജിങ് ആണ്, മാഗ്നറ്റിക് ആയിരിക്കും. എൻ്റെത് ഹുവാവയുടെ വാച്ചിന്റെ മാഗ്നറ്റിക് ആണ്, പക്ഷെ വേറൊരു സെറ്റപ്പാണ് ഇതുപോലെ. ഇനി ഇതിനൊരു ചാർജർ ഉണ്ട്, സ്നാപ്പി ഉണ്ട്. അതൊക്കെ തന്നെ ഉള്ളൂ. ഈ ചാർജർ എന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജറിന്റെ വയറാണുള്ളത്. ചാർജിങ് പോയിന്റിന് ചാർജർ നമ്മൾ മേടിക്കണം. ഇത് എത്ര ചാർജറാണ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഐ ആം ദ വെരി സോറി. ഇവിടെ ഉണ്ടോ നോട്ടെ. നമുക്ക് ഇൻപുട്ട് വേണ്ടത് 5 volt 1 ampere ഇൻപുട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എത്രയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ USB വർക്ക് ചെയ്തിരിക്കും. ഓക്കെ, നമ്മളുടെ വാച്ചിലോട്ട് പോവാം. വാച്ച് എങ്ങനെ ഓൺ ആക്കാമെന്ന് ആദ്യം ഇങ്ങനെ കണ്ടുപിടിക്കണം. ഇതായിരിക്കും ബട്ടൺ എന്നുള്ള വിശ്വാസത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓണായി. വെറുതെ അല്ല, മാർക്കറ്റിൽ ആമസോണിലൊക്കെ ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ് കുറേ പരസ്യം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ഒരു സർക്കുലർ ഡിസൈൻ ആണെങ്കിലും ഇതിനെ ഉറപ്പായിട്ടും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വേറെ ടയർ ഉറപ്പായിട്ടും ഇടിയായിട്ട് വരും. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ, ഒരു ഇടിയായിട്ടാണ് വരാൻ പോകുന്നത്. അതായത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കും, ഉറപ്പാ. എനിവേ, സാംസങ് ഗാലക്സി വാച്ച് 4 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ സാംസങ് എന്ന് കാണിക്കുന്നുണ്ട്, ഒരു എയറോ ഒക്കെ കൊടുക്കുന്നുണ്ട്. സാംസങ് ഗാലക്സി വാച്ച് 4 E5KE എന്നാണ് ഇതിൻ്റെ പേര്. ബാക്ക് അടിക്കുന്നത് ഇതാണെന്ന് തോന്നുന്നു. ഈ താഴത്തെ ബട്ടനാണ് ബാക്ക് അടിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഇങ്ങനെയാണ് സംഭവം. പക്ഷെ ഇതിൻ്റെ ക്ലാരിറ്റി ഒക്കെ ഒരു രക്ഷയില്ല. ഞാൻ എന്തെന്ന് വെച്ചാൽ നമ്മളൊരു ഫോൺ എടുത്തു. ഫോണിൻ്റെ അകത്ത് സാംസങ് വെയറബിൾ ആപ്പ് എന്നും പറഞ്ഞ് സെർച്ച് ചെയ്തു. നമ്മൾ അതിനൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. പെയറിങ് കൊടുത്തു. പെയറിങ് പകുതി വരെ എത്തിയപ്പോൾ ഉടൻ തന്നെ ചേട്ടൻ പറഞ്ഞു സാംസങ് വാച്ച് 4 പ്ലഗിൻ എന്നും പറഞ്ഞിട്ട് വേറൊരു പ്ലഗിൻ ഉണ്ട്, എന്നാൽ മാത്രമേ ഈ വാച്ചിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. താഴ്ന്ന് മുകളിലോട്ടാണെങ്കിൽ ആപ്സ്, അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്സ്. ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ. ഓരോ നോട്ടിഫിക്കേഷനും വേറെ വേറെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവിറ്റീസ് കാണാൻ പറ്റും. ഹോം കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ കീ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഏത് ആപ്പാണോ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് അതിന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. പിന്നെ റൈറ്റ് സൈഡിൽ ഓറഞ്ച് കളറിൽ ഒരു ഡോട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ഉണ്ടെന്നാണ്. നമ്മുടെ വെയറബിൾ ആപ്പ് ഏത് ഫോണിലാണോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ആ ഫോണിൽ ഏതെങ്കിലും പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആപ്സിൽ ഏതെങ്കിലും ആപ്പിൻ്റെ കൂടെ കോമ്പാക്റ്റബിൾ ആയിട്ട് വാച്ച് ആപ്പും കൂടി ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ വാച്ചിൽ ആഡ് ആവും. നോട്ട് ദ പോയിന്റ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ കണ്ടത് ഇതിന് BMI കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. മ്യൂസിക്കൊക്കെ
കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഫീച്ചേഴ്സ് വഴി നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനും കോള് എടുക്കാനും പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വാച്ചിങ്ങനെ പിടിച്ചിങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിൽ ആൻസർ കോൾ വേണോ, ഡിസ്മിസ് അലേർട്സ് വേണോ, ക്വിക്ക് ലോഞ്ച് ആണോ, എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്ത് ഗസ്റ്ററാണ് യൂസ് ചെയ്യേണ്ടതെന്നും. സാംസങ് ബിഗ്സ്പിയുടെ കണക്ഷൻസിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ചുവപ്പ് കളറിലുള്ള സ്വിച്ച്, ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ സ്വിച്ച് നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബിഗ്സ്പിനെ ആയിട്ട് സംസാരിക്കാം. ബിഗ്സ്പിയുടെ അടുത്ത് സെർച്ച് എഞ്ചിൻ പോലെ യൂസ് ചെയ്യാം. അതേ ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് റീസെൻ്റ് ആപ്പിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഇവരുടെ ആപ്പ് സാംസങ് വെയറബിൾ എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ UI വളരെ വളരെ മിനിമലിസ്റ്റിക്കാണ്, ലൈറ്റാണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ വാച്ച് ഫേസസ് ചെയ്യാനും ടൈൽസും, ക്ലിക്ക് പാനൽ, ആപ്പ് സ്ക്രീൻ, പിന്നെ സെറ്റിങ്സ് മാറ്റാനും ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വാച്ച് ചാർജ് ചെയ്യാൻ വെച്ചാൽ ഇങ്ങനെയാണ് സംഭവിക്കുക. ആദ്യം ഒരു ചാർജിങ് കാണിക്കും, പിന്നെ എത്ര പെർസെൻറ്റേജ് ആയെന്നുള്ള ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ സ്ക്രീൻ അങ്ങ് ഓഫാവും. ഇങ്ങനെയാണ് നമ്മുടെ ചാർജിങ് പരിപാടി. ചാർജിങ് പോർട്ട് ഇതാണ്. നമ്മളിത് ജസ്റ്റ് ഇതെടുത്തങ്ങ് വെച്ച് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. വേറെ നമ്മൾ മാത്തമാറ്റിക്സ് ഒന്നും പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ വാച്ചിൻ്റെ കോൺഫിഗറേഷൻസ് ജസ്റ്റ് പറയാണ്. ഇവിടെ മുകളിലൊരു ബട്ടൺ ഉണ്ട്, ഒരു റെഡ് കളർ ബട്ടണാണത്. ഓക്കെ, പിന്നെ ഇവിടെ താഴെ ഒരു ബട്ടൺ ഉണ്ട്. ഈ രണ്ട് ബട്ടണും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് നമ്മുടെ ആപ്പിൽ പറയാൻ പറ്റും. പിന്നെ ഈ വാച്ച്, നമ്മൾ സാധാരണ വാച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാത്രമേ നിൽക്കുന്നുണ്ടാവുള്ളൂ അതിൻ്റെ വാച്ച് ഫേസ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് വാച്ചിനെ നമ്മൾ ഡയമെൻഷൻസ് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ചെരിഞ്ഞു, ആ ഡിസ്പ്ലേ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്, കണ്ടോ. അപ്പോൾ തിരിഞ്ഞു, ഇങ്ങനെ പലതരത്തിലുള്ള നമുക്ക് ഡയമെൻഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഇതിനെ രണ്ട് നോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. ഇനി ഇതിൻ്റെ അകത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻസ്, റൈറ്റിൽ നിന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും ടൈൽസ് ആഡ് ചെയ്യാം. അതായത് എന്തൊക്കെയാണോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഓരോ മെനു ഓപ്ഷൻസ് വേണ്ടത്, ആ ഓരോ ഓപ്ഷൻസും ഇതേപോലെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഓക്കെ, മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ക്വിക്ക് ആക്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണോ സെറ്റിങ്സ് നമുക്ക് വേണ്ടത് അതേപോലെ ചെയ്യാം. താഴ്ന്ന് മുകളിലോട്ട് പോയാൽ നമ്മളുടെ ആൻഡ്രോയിഡിൻ്റെ മെനു പോലെ കാണാൻ പറ്റും. അപ്പോൾ ആ ഓരോ മെനൂസും നമുക്ക് അവരുടെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ മെനുവിൻ്റെ ഓരോ മെനു എങ്ങനെയാണ് കാണിക്കേണ്ടതെന്നും അതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഓർഡർ സോർട്ട് ചെയ്യുന്ന ഓർഡർ എങ്ങനെയാണെന്നൊക്കെ കറക്റ്റായിട്ട് പറയും. ഈ ബട്ടൺ, നമ്മുടെ മുകളിലത്തെ ബട്ടൺ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു, അതേപോലെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ എന്ത് സംഭവിക്കണമെന്നും നമുക്ക് ആ ആപ്പ് വഴി തീരുമാനിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാക്ക് ബട്ടൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ആ ആപ്പ് വഴി നമുക്ക് പറയാൻ പറ്റും. ഇതിനകത്ത് 3 തരത്തിലുള്ള കസ്റ്റം വാച്ച് ഫേസസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടംപോലെ ആപ്പ് സ്റ്റോറിൽ നമ്മുടെ വാച്ചിന് വേണ്ടി, സാംസങ് വാച്ചിന് വേണ്ടി മാത്രമായിട്ട് കുറേ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ ആപ്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ വാച്ച് ഫേസസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇവർ ഇറക്കുന്നൊരു പുതിയൊരു പരിപാടി ഉണ്ട്, അത് അടിപൊളി സംഭവം. അതായത് AR ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വെച്ചിട്ട് അവർ ചില അവതാർസിനെ, അതായത് 2 അവതാർസേ ഉള്ളൂ, ഒരു മെയിൽ ഒരു ഫീമെയിൽ, ആ അവതാർസിനെ അനിമേറ്റഡ് ആക്കിയിട്ട് നമ്മുടെ വാച്ച് ഫേസസിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവർ. മൂന്നാമത്തത് ഒരു അവതാറിനെ ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് വേറൊരു തേർഡ് പാർട്ടി ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നമ്മളൊരു അവതാറിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അകത്തോട്ട് സിങ്ക് ചെയ്യും. അപ്പോൾ ഒരു സമയത്ത് ഒരു അവതാറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അത് ആ ആപ്പിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ആ അവതാറിനിടാണെങ്കിൽ അതിനെയും നമ്മൾ ഡൈനാമിക്കായിട്ട്, അതായത് ചുമ്മാ ഒരു ഫോട്ടോ കാണുന്ന പോലെയോ, അത് നമ്മൾ പക്ക ഒരു കാർട്ടൂണൊക്കെ പോലെ ഇങ്ങനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങനത്തെ കുറേ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്.
സ്വന്തമായിട്ട് നമുക്ക് ഫോട്ടോസ് ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റം വാച്ച് ഫേസ് ഉണ്ടാക്കാം. അത് ഒരു ഫോട്ടോ അല്ല, നമുക്ക് മൾട്ടിപ്പിൾ ഫോട്ടോസ് നമുക്ക് നമ്മുടെ സ്റ്റോർ വഴി, നമ്മളുടെ ആപ്പ് വഴി, വാച്ച് ഫേസിൻ്റെ ആപ്പ് വഴി അതിൻ്റെ അകത്തോട്ട് മൾട്ടിപ്പിളായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോന്നും ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ വെച്ചിട്ട് ആ ഓരോ ഫോട്ടോസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സാംസങ് വാച്ച് 4ൻ്റെ വിശേഷങ്ങൾ. നമുക്ക് ഇനി വേറൊരു വീഡിയോ സാംസങ് ഗാലക്സി S22 അൾട്രയുടെ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും സുലാം.